ദേ ആ നിൽക്കുന്ന അവളില്ലേ, ഒളിച്ചും പാത്തും പതുങ്ങിയും ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ എന്റെ ചെവിയിലെത്തും. അത് വല്ലാത്തൊരു കഴിവാണല്ലോ. ഒരു കാര്യം ചെയ്യും, അമ്മയ്ക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. അയ്യോ, അതെന്തിനാ? അതെ, നമുക്ക് പേരക്കുട്ടി അന്വേഷിച്ച് ഒരുപാട് ദൂരം പോകേണ്ടി വരില്ലേ, അപ്പൊ ക്ഷീണമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാ. സിസ്റ്റർ, ആ സഡേഷൻ എടുത്ത്. അതെ എന്റെ ഡോക്ടറെ, എനിക്ക് ഇഞ്ചക്ഷൻ പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? ഞാൻ കൂടെയില്ലേ. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും അമ്മയുടെ കൊച്ചുമോളെ ഞാൻ അമ്മയുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. എന്നാ ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടറെ, എനിക്ക് വിശ്വാസം. ചിലപ്പോ ചെറിയൊരു വേദന ഉണ്ടാവും. അതൊക്കെ എന്റെ മോളെ കാണുമ്പോ അങ്ങ് മാറും. ഡോക്ടർ എടുത്തോ. എടുത്തോ. അതെ, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പം കുഴപ്പമൊന്നുമില്ല. എന്നാലേ പക്ഷേ സാറേ, എന്റെ കൂടെ വരണേ. എന്റെ പ്രിയങ്കമോളെ കണ്ടെത്തി തരണം. നിൽക്കുന്നുണ്ടല്ലേ രണ്ടെണ്ണം. ഒരു വിഷമോ ഇല്ല. അവര് മോളായിട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്കെന്റെ മോളെ പേഷ്യന്റ് നോക്കണേ. ഓക്കേ ഡോക്ടർ. ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള മാനസികാവസ്ഥയാണ്. പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ വരുമ്പോ ചിലരിൽ ഇതുപോലെയൊക്കെ കാണാറുണ്ട്. മരിച്ചുപോയയാളെ കണ്ടു തോന്നുക, ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും ഉള്ളതിനെ ഇല്ലാത്തതായിട്ടും തിരിച്ചു മനസ്സിലാക്കുക. ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ലേ? അതിന് സമയമെടുക്കും. എത്ര കാലം? അത് ഓരോ രോഗിയിലും വ്യത്യാസമായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ കൊച്ചുമോൾ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലിൽ നിന്നും ആരെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർ പെട്ടെന്ന് വയലന്റ് ആവും. സോ വളരെ സൂക്ഷിച്ചാണ് നിങ്ങളിത് കൈകാര്യം ചെയ്യേണ്ടത്. എന്താ വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. മയക്കം കഴിയുമ്പോൾ നിങ്ങൾക്ക് അമ്മയെ കൊണ്ടുപോകാം. ഞാൻ മെഡിസിൻ എഴുതിത്തരാം. 3-4 മാസം തുടർച്ചയായി അത് കഴിക്കണം. എല്ലാം നമുക്ക് ശരിയാക്കാൻ തിരുമേനി. നമ്മളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഹൈഡോസ് മരുന്ന് ഉണരാൻ കുറച്ച് താമസമെടുക്കും. ഒരുപക്ഷെ ഉണരുമ്പോൾ വയലന്റ് ആയെന്നിരിക്കാം. എനിവേ, മരുന്നിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പരിചരണം. അതുകൂടി നല്ല രീതിയിൽ നടക്കട്ടെ. என்ன சார்?
ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് അറിയണം. யாரும் இல்ல சார், இங்க நாங்க மட்டும்தான் இருக்கு. മാറിയിക്കടി മുമ്പിന്ന്. മാറിയിക്കാൻ പോയി നോക്കടോ.